ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ച സംഭവത്തിൽ കോടികളുടെ നഷ്ടം. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച റെക്കോർഡ് വിവാഹങ്ങൾ നടക്കും. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. വാർത്തകൾ വിശദമായി. മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികളിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടം. മുളയം സ്വദേശി ലെവിൻ, ഭാര്യ നിമ്മി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KT ഫോംസ്, കൊള്ളന്നൂർ മേറ്റേഴ്സ് ആൻഡ് അലൈഡ് പ്രോഡക്ട്സ് എന്നീ സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത്. കിടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെമിക്കലും യന്ത്രങ്ങളും ഉൾപ്പെടെ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കിടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കെമിക്കൽ സാധന സാമഗ്രികൾ പൊട്ടിത്തെറിച്ചത് തീ ആളിപ്പടരാൻ ഇടയാക്കി. നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തീ ആളിപ്പടരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടു. വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന കിടക്കകൾ പൂർണ്ണമായും കത്തിനശിച്ചു. തൃശൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, വടക്കാഞ്ചേരി, ചാലക്കുടി, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 യൂണിറ്റ് ഫയർഫോഴ്സ് 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തമുണ്ടായ കിടക്ക കമ്പനി MLA K. രാജൻ സന്ദർശിച്ചു. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. കടയും സാധനങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. കുഴൂർ സ്വദേശി മേനാച്ചേരി പോളിയുടെ കടയാണ് കത്തിനശിച്ചത്. കൂടുതൽ പച്ചക്കറികളും മറ്റ് ഉൽപ്പന്ന നഗരസഭയും പോലീസും സംയുക്തമായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവാഹങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി താൽക്കാലിക ബാരിക്കേഡുകളും കൗണ്ടറുകളും ഒരുക്കിയാണ് വിവാഹ സംഘത്തെ നിയന്ത്രിക്കുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും പൂർണ്ണമായും വൺ വേ സംവിധാനമായിരിക്കും. ക്ഷേത്ര നഗരിയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണത്തിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി 100ഓളം അധിക പോലീസിനെ ക്ഷേത്രനഗരിയിൽ വിന്യസിക്കും. അവധിയിൽ പോയ ദേവസ്വത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ തിരികെ വിളിച്ചിട്ടുണ്ട്. അവസാനഘട്ട വിലയിരുത്തലുകൾക്കായി ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. തുടർന്ന് വിവിധ വകുപ്പ് മേധാവികൾ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തി. TCV ന്യൂസ്, ഗുരുവായൂർ. അഷ്ടമിരോഹിണിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരത്തിന് പ്രശസ്ത നങ്ങ്യാർകൂത്ത് കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം ഗിരിജാദേവിയെ തെരഞ്ഞെടുത്തു. 55,555 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപം മുദ്രണം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കവും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. അഷ്ടമിരോഹിണിയായ സെപ്റ്റംബർ 4 രാത്രി 9 മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മന്ത്രി K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. നാലകത്ത് ഷക്കീറിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. ബെഡ്റൂമിലെ അലമാരകൾ കുത്തിപ്പൊളിച്ചാണ് സ്വർണം കവർന്നത്. വീട്ടുകാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന സ്വർണവും മകളുടെ കല്യാണ ആവശ്യത്തിനായി വാങ്ങിയ സ്വർണവുമാണ് മോഷണം പോയത്. മറ്റൊരു കിടപ്പുമുറിയിലെ അലമാരിയിൽ 4 ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നുവെങ്കിലും അത് നഷ്ടപ്പെട്ടിരുന്നില്ല. മോഷ്ടാക്കളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.
ഗൃഹനാഥനെയും മകനെയും വീട് കയറി ആക്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പൂച്ചിന്നിപ്പാടം സ്വദേശി പാറേക്കാട്ടുകരക്കാരൻ വീട്ടിൽ ജസ്റ്റോയാണ് അറസ്റ്റിലായത്. ചെമ്മാപ്പള്ളി സ്വദേശി ജോണി, മകൻ മെജോ എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഇടവേള. ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ VL വേൾഡ് ഓഫ് കംഫർട്ട്. Elista Golden Diamonds, Pallikkulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as of India. French Dairy Matka Kulfi and Payasam Ice Cream. മോനെ പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിയിട്ട് പോണേ. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ.
ഇവിടെ 60 രൂപയ്ക്ക് നല്ലൊരു സാരി കിട്ടുന്നു കേട്ടല്ലോ. 60 രൂപയ്ക്ക് സാരി കിട്ടുന്നു മാത്രമല്ല, 2 ഷർട്ട് 300 രൂപ, നൈറ്റി 150 രൂപ, 3 ടോപ്പുകൾ വെറും 200 രൂപ മാത്രം. 200 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി ലഭ്യമാണ്. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ഓണം സന്തോഷം പങ്കിടുന്ന നിമിഷങ്ങളുടെ ആഘോഷം. ആ നിമിഷങ്ങൾക്ക് സ്വർണത്തിന്റെ പുതിയ കയ്യൊപ്പ്. ഓമിക, ദ സിഗ്നേച്ചർ ഓഫ് ഗോൾഡ്. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, പള്ളിക്കുളം റോഡ്, തൃശൂർ. Tradition, crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi. Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഈ ഓണത്തിന് പായസം ഇനി വേറെ ലെവൽ. ഇതാ ഇലവൻസ് നേച്ചർ ലൈഫിന്റെ മില്ലറ്റ് വെർമിസെല്ലി പായസം മിക്സ്. രുചിയും ആരോഗ്യവും ഒരുമിച്ച്. 5 തരം മില്ലറ്റുകളും കശുവണ്ടിയും മുന്തിരിയും ഒപ്പം ഏലക്കായുടെ സുഗന്ധവും ചേർന്ന പ്രീമിയം പായസം മിക്സ്. തിളച്ച പാലിൽ ചേർത്ത് കുറച്ച് മിനിറ്റുകൾ ഇളക്കിയാൽ മാത്രം മതി. ക്രീമിയായ സ്വാദിഷ്ടമായ പായസം റെഡി. ഓണസദ്യക്ക് ഏവരും ഇഷ്ടപ്പെടുന്ന ആരോഗ്യമുള്ള മധുരം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ. ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് NBFCയുടെ പുതിയ ബ്രാഞ്ച് ആൻഡ് കോർപ്പറേറ്റ് ഓഫീസ് ഇനോഗ്രേഷൻ ഓഗസ്റ്റ് 22 രാവിലെ 10:45 കൈലാസം ടവർ, ചേറ്റുപുഴ, ഒളരി, തൃശൂർ. ഉദ്ഘാടനത്തിന് ഞാനും എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ഞാനും. അപ്പോ നേരിൽ കാണാം. ഫ്യൂച്ചറിനോടൊപ്പം ചേരൂ, ഭാവി സുദൃഢമാക്കൂ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. വർഗീയത ആരോപിച്ച് മുസ്ലിം ലീഗിന് നേരെ കുതിര കയറാനുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ആസൂത്രിത ശ്രമം മതേതര കേരളം ഒറ്റക്കെട്ടായി തള്ളിക്കളയുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ ക്യാമ്പയിനിന്റെ ഭാഗമായി കൂരിക്കുഴി ശാഖാ കമ്മിറ്റി നടത്തിയ സമാഗമം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാഖാ പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK അഫ്സൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് താന്യം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ രാമൻ നമ്പൂതിരി, MK ചന്ദ്രൻ, PM ഹബീബുള്ള, KN വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാണണമെന്ന് ഒരിക്കൽ കൂടി സ്കൂട്ടർ യാത്രക്കാർക്കും ഓടിക്കുന്നവർക്കും കാൽനടക്കാർക്കുമൊക്കെ ആ സെക്രട്ടറി പോലും എന്റെ അറിവ് വെച്ച് ഇപ്പോ നടത്തം നിർത്തിയിരിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിൽ മണലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണസമൃദ്ധി ഓണവിപണി കാഞ്ഞാണി ഇക്കോ ഷോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു.
മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് വിപണി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സജീന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി.കെ. കൃഷ്ണൻ, കെ. പ്രകാശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നവമ സാഹിത്യോത്സവത്തിന് നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തുടക്കമായി. മണലൂർ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ നിർവഹിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA മുഖ്യാതിഥിയായി. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മൂക്കോല അധ്യക്ഷനായി. പ്രസാദ് കാക്കശ്ശേരി, PG സുബിദാസ്, RA അബ്ദുൽ ഹക്കീം, CT ജാൻസി, ആനി ജോസ്, സുറീബിദ ഷാജി, സതി അനിൽകുമാർ, PU രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. നവമ സാഹിത്യോത്സവം ഞായറാഴ്ച സമാപിക്കും. തുടർന്ന് നിയോജകമണ്ഡലം തല സാഹിത്യോത്സവം സെപ്റ്റംബർ 12 നടക്കും. ചാവക്കാട് അമ്മയ്ക്കൊരു ഓണക്കോടിയുമായി കോൺഗ്രസ് പ്രവർത്തകർ. ചാവക്കാട് 3-ാം വാർഡ് തിരുവത്ര നോർത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ 70 വയസ്സ് പൂർത്തീകരിച്ച എല്ലാ അമ്മമാർക്കും ഓണക്കോടിയും വാർഡിലെ മുഴുവൻ വീടുകളിലും പായസ കിറ്റും വിതരണം ചെയ്തത്. UDF കൺവീനർ KV ഷാനവാസ്, INTUC ജില്ലാ സെക്രട്ടറി MS ശിവദാസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കോനാരത്ത് ഷുക്കൂർ, 3-ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് EP ഷാഫി, മണ്ഡലം സെക്രട്ടറി AS സജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി മണലുത്തറ മച്ചാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുത്തപ്പൻ പൈങ്കുറ്റി വെള്ളച്ചാട്ട മഹോത്സവം നടന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെയാണ് മലാക്ക കണ്ടിരത്ത് മച്ചാട് മടപ്പുരയിൽ പ്രതിഷ്ഠിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ മുത്തപ്പൻ ക്ഷേത്രമാണിത്. പൈങ്കുറ്റി നിവേദ്യം, മുത്തപ്പൻ മലയിറക്കം, തായമ്പക എന്നിവയ്ക്ക് ശേഷമാണ് മുത്തപ്പൻ വെള്ളാട്ടം നടന്നത്. ശ്രീജേഷ് പെരുവണ്ണാൻ മട്ടന്നൂർ ആണ് മുത്തപ്പന്റെ കോലധാരിയായത്. ചന്ദ്രൻ ആൾ മടയൻ മട്ടന്നൂർ മടയനായി. തുടർന്ന് മുത്തപ്പന്റെ പള്ളിവേട്ടയും ഭക്തർക്കുള്ള ദർശനവും നടന്നു. പെരിഞ്ചേരി സുരേന്ദ്രൻ ഇളയ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ കുറ്റിയടിക്കൽ കർമ്മവും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. സമഗ്ര ശിക്ഷ കേരളം അന്തിക്കാട് BRCയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് താന്യം ഡിവിഷനും ചേർന്ന് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുട്ടികൾക്കുള്ള ഓണക്കിറ്റുകളും ഓണക്കോടിയും ഡോക്ടർ ഉമാദേവി ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം ആശ്രമ മഠാധിപതി സ്വാമി ദിവ്യാനന്ദഗിരി, അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വിനീത ബെന്നി, MV സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിച്ചു. ജീവനക്കാരും ജനപ്രതിനിധികളും അവതരിപ്പിച്ച മനോഹരമായ ഓണപ്പാട്ടും തിരുവാതിരക്കളിയും പൂക്കളവും ഒത്തുചേർന്നപ്പോൾ ഓണാഘോഷം ദൃശ്യവിരുന്നായി മാറി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് KV ഷിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജീവകാരുണ്യ സംഘടനയായ സുഹൃതം തിരുവങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവോണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ M സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നടി അനില C തോമസ് മുഖ്യാതിഥിയായിരുന്നു. കോർഡിനേറ്റർ ബാലൻ വാർനാട്ട്, സെക്രട്ടറി രാജൻ പുഷ്പാഞ്ജലി, ഷാജി താനപ്പറമ്പിൽ, സലീജ, സുജിത്ത് ആൻഡോ കാക്കശ്ശേരി, PI സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ, ഓണക്കിറ്റ്, ഓണപ്പുടവ എന്നിവ നൽകി ഓണസദ്യയും കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.
ഇനി കാൽ മുറിച്ചു മാറ്റുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയോ? ഇനി ആ പേടി വേണ്ട. പ്രമേഹ ചികിത്സാ രംഗത്ത് വിദഗ്ധനായ സീനിയർ ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ പോലും കാൽ മുറിച്ചു മാറ്റാതെ അത്യാധുനിക രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കിയ വിജയകരമായ ചരിത്രം 5ാം വർഷത്തിലേക്ക്. സമഗ്ര പ്രമേഹ നിയന്ത്രണ ചികിത്സകൾ. ഇനി ഭയം വേണ്ട. പ്രമേഹ ബാധിതരുടെ കാലുകൾ മുറിച്ചു മാറ്റാതെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക ചികിത്സാ രീതികളുമായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രമേഹത്തെ നമുക്ക് കീഴടക്കാം. എറൈസ് നിങ്ങളോടൊപ്പം. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ, വില്ലടം, നെല്ലുവായി. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടവല്ലൂർ എടയൂർ ശ്രീ ലക്ഷ്മണസ്വാമി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ നരസിംഹസ്വാമിയുടെ ബിംബത്തിൽ പൊട്ടലുണ്ടാകുകയും കാപ്പകത്താൽ ശ്രീകോവിലിനും ഉപദേവതയായ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെയാണ് പുനരുദ്ധാരണത്തിന് നടപടി ആരംഭിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പാടൂർ പ്രമോദ് പണിക്കരും ദേശപ്പണിക്കരായ അരവിന്ദനും നടത്തിയ അഷ്ടമംഗല പ്രശ്നവിധിയുടെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ വാസ്തുവിദ്യാ നിർദ്ദേശപ്രകാരം ഏകദേശം 1.5 കോടി രൂപ ചെലവിലാണ് നവീകരണം. ആദ്യഘട്ടത്തിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുനില മുഖമണ്ഡപത്തോടുകൂടിയ നരസിംഹസ്വാമിയുടെ ശ്രീകോവിലും ബിംബവും പ്രധാനമായും പുനരുദ്ധരിക്കും. അടുത്ത വർഷം ഏപ്രിലിൽ പുനഃപ്രതിഷ്ഠ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ്, സെക്രട്ടറി മുരളീധരൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ എന്നിവർ അറിയിച്ചു. തൃക്കേട്ട നാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ഭക്തരുടെ മനം കവർന്നു. പീലിത്തിരുമുടിയും മടിയിൽ തിരുകിയ ഓടക്കുഴലുമായി പുറം തിരിഞ്ഞു നിൽക്കുന്ന കണ്ണന്റെ വിസ്മയകരമായ രൂപമാണ് ഒരുക്കിയത്. പുറം കൈകളിൽ താമരപ്പൂക്കളും പിടിച്ചു നിൽക്കുന്ന ദിവ്യഭാവം ഒറ്റ നോട്ടത്തിൽ തന്നെ കാണികളെ ആകർഷിക്കുന്നതായിരുന്നു. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി തീർത്ത പൂക്കളം ജീവൻ തുടിക്കുന്ന തരത്തിലായിരുന്നു. ഭക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ പൂക്കളം ഭക്തമനസ്സുകളിൽ ഇടം പിടിച്ചു. ക്ഷേത്ര ദർശനത്തിന് എത്തിയവർ പൂക്കളത്തിന് മുന്നിലും തൊഴുകൈകളോടെ നിമിഷനേരമെങ്കിലും നിന്നു. പൂക്കളത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങളും വീഡിയോകളും പകർത്തി മനോഹരമായ ഓർമ്മകളെ കൂടെ കൂട്ടാൻ കുട്ടികളും മുതിർന്നവരുമടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരും ജനപ്രതിനിധികളും ഓണാഘോഷം നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യേകം പൂക്കളം ഒരുക്കിയും വിവിധ കലാപരിപാടികൾ നടത്തിയുമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി R സച്ചിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ജെയിംസ് പീറ്റർ, ജനപ്രതിനിധികളായ രാധാകൃഷ്ണൻ ഞെട്ടയിൽ, ഓമന അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചേറ്റുവ പാലത്തിലെ കുഴികൾ മൂലം ദുരിതം പേറി വാഹനയാത്രക്കാർ. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചേറ്റുവ പാലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പാലത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും കരാർ കമ്പനിക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പറഞ്ഞു. വടക്കാഞ്ചേരി മണലുത്തറ മച്ചാട് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി മുത്തപ്പൻ പൈങ്കുറ്റി വെള്ളാട്ടം മഹോത്സവം നടന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പനെയാണ് മലാക്ക കണ്ടിരത്ത് മച്ചാട് മടപ്പുരയിൽ പ്രതിഷ്ഠിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ മുത്തപ്പൻ ക്ഷേത്രമാണ് ഇത്. പൈങ്കുറ്റി നിവേദ്യം, മുത്തപ്പൻ മലയിറക്കം, തായമ്പക എന്നിവയ്ക്ക് ശേഷമാണ് മുത്തപ്പൻ വെള്ളാട്ടം നടന്നത്.
ശ്രീജേഷ് പെരുവണ്ണാൻ മട്ടന്നൂർ ആണ് മുത്തപ്പന്റെ കോലധാരിയായത്. ചന്ദ്രൻ ആൾ മടയൻ മട്ടന്നൂർ മടയനായി. തുടർന്ന് മുത്തപ്പന്റെ പള്ളിവേട്ടയും ഭക്തർക്കുള്ള ദർശനവും നടന്നു. പെരിഞ്ചേരി സുരേന്ദ്രൻ ഇളയ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ കുറ്റിയടിക്കൽ കർമ്മവും നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. ഇനി വാണിജ്യം. ഒല്ലൂക്കര ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 50ാം വാർഷികത്തിന്റെ നിറവിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ അധ്യക്ഷത വഹിച്ചു. എടപ്പാൾ വിക്ടറി ITI പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ A സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, പൂക്കളം ജഡ്ജ് ദാമോദരൻ മാസ്റ്റർ, വിക്ടറി ITI ടൗൺ വൈസ് പ്രിൻസിപ്പാൾ EV തോമസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിക്ടറി ITI ഒല്ലൂക്കര, കീരംകുളങ്ങര, ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്ത് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ ഒല്ലൂക്കര ITI മുതൽ ഒല്ലൂക്കര സെന്റർ വരെ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്ര ആവേശകരമായി. പൂക്കള മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ RACT, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻ എന്നീ ട്രേഡ് വിഭാഗങ്ങൾ കരസ്ഥമാക്കി. ഷൈനി ഗണേഷ്, ഒല്ലൂക്കര, കീരംകുളങ്ങര, ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ധനകാര്യ വ്യവസായ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഫ്യൂച്ചർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് NBFC കോർപ്പറേറ്റ് ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. തൃശൂർ ഒളരിയിൽ നിയ റീജൻസിക്ക് സമീപം പുതുതായി നിർമ്മിച്ച സ്വന്തം ബിൽഡിംഗായ കൈലാസ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്യൂച്ചർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെയും ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം സിനിമാ താരങ്ങളായ ആസിഫ് അലിയും കലാഭവൻ ഷാജോണും ചേർന്ന് നിർവഹിച്ചു. യോഗക്ഷേമം ലോൺ ലിമിറ്റഡ് സിഇഒയും MDയുമായ ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു. രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് സിഇഒയും മാനേജിംഗ് ഡയറക്ടറുമായ PR രാജേഷ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ES ബാബുരാജ്, നേത്ര ഹോസ്പിറ്റൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ, SBI റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K പ്രസന്ന രാജു, NCA സംസ്ഥാന പ്രസിഡന്റ് ഡേവിസ് പാലത്തിങ്കൽ, കമ്പനി സെക്രട്ടറി VR മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കരൻ സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തെ ചടങ്ങിൽ ആദരിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഡയറക്ടർമാരായ സജിമോൾ രാജേഷ്, ചിന്നമ്മ വിൻസെന്റ്, കവിതാ മണികണ്ഠൻ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി 60 ബ്രാഞ്ചുകളുള്ള ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ഗോൾഡ് ലോൺ, ഡെപ്പോസിറ്റ്സ്, ഡിബഞ്ചേഴ്സ്, മോർട്ടേജ് ലോൺ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, വെഹിക്കിൾ ലോൺ, അഗ്രികൾച്ചറൽ ലോൺ, പേഴ്സണൽ ലോൺ തുടങ്ങിയ മേഖലകളിൽ സുസ്ഥിരമായ രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്നു. ഈ വർഷം 10ഓളം പുതിയ ബ്രാഞ്ചുകളും അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെയും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നാൽപ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രമുഖ ഗൃഹോപകരണ ഇലക്ട്രോണിക് ഡിജിറ്റൽ വിപണന ശൃംഖലയായ ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ ഓണം മിഡ് നൈറ്റ് സെയിലിന് ശനിയാഴ്ച തുടക്കമായി. നന്ദിലത്ത് ജി മാർട്ടിന്റെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളും ആഗസ്റ്റ് 22, 23, 24, 25 തീയതികളിൽ രാത്രി 12 വരെ തുറന്നു പ്രവർത്തിക്കും. ഓണാഘോഷത്തെ വരവേൽക്കാനായി ലക്ക ഓഫറിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് നന്ദിലത്ത് ജി മാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് പറഞ്ഞു. ഗോപു നന്ദിലത്ത് ജി മാർട്ട് ഈ ഓണക്കാലത്ത് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഗോപു നന്ദിലത്ത് ജി മാർട്ട് ലക്ക ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് 25 മാരുതി ബലനോ കാറുകൾ ഞങ്ങൾ സമ്മാനമായി നറുക്കെടുപ്പിൽ നൽകുന്നു. അതിനോടൊപ്പം തന്നെ 100 LED TV, 100 റെഫ്രിജറേറ്റർ, 100 ഗോൾഡ് കോയിൻ, 100 സിൽവർ കോയിൻ, ഇതെല്ലാം ഗോപു നന്ദിലത്ത് ജി മാർട്ട് നറുക്കെടുപ്പിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് നൽകുകയാണ്. അത്തം പത്തോണം സ്കീമിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്
എവറി ഡേ 1 lakh ക്യാഷ് പ്രൈസും കൂടി ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകുകയാണ്. ഇന്ന് മുതൽ 4 ദിവസം ഗോപനന്ദ ജി മാർട്ട് ഞങ്ങളുടെ മിഡ് നൈറ്റ് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മിഡ് നൈറ്റ് സെയിലിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനും ഉപഭോക്താവിനെ സംബന്ധിച്ചും രാത്രിയിൽ വന്ന് പർച്ചേസ് ചെയ്യാനും മാത്രമല്ല ഏറ്റവും വില കുറവിൽ ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും LED ടിവികൾ, വാഷിംഗ് മെഷീനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് പലിശരഹിത വായ്പകളും ലഭ്യമാണ്. തിരഞ്ഞെടുത്ത മോഡലുകളിൽ ക്യാഷ് ബാക്ക്, നോ കോസ്റ്റ് EMI, സീറോ പ്രോസസിംഗ് സ്കീമുകൾ, കുറഞ്ഞ തവണ വ്യവസ്ഥകളിൽ കൂടുതൽ കാലാവധിയോടെ ഗൃഹോപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതികൾ, എക്സ്റ്റൻഡഡ് വാറണ്ടി, എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങിയവയും മന്ദിരത്ത് ജി മാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാകുന്ന ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് സാധാരണക്കാരുടെ ഷോപ്പിംഗിൽ വിസ്മയമാവുകയാണ് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിലെ മമ്മി ഡാഡി കളക്ഷൻസ്. ഇതിനൊക്കെ 150 രൂപയുള്ളൂ. ഇത് 200 രൂപ. ഇത് 350. കാവിമുണ്ട് വെറും 90 രൂപ. ഇത് 120. ഇതൊക്കെ 90 രൂപ. ഇത് 150. 90. ഇത് 120. സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായാണ് ശക്തൻ ബസ് സ്റ്റാൻഡിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന മമ്മി ഡാഡി കളക്ഷൻസ് ഓണക്കാലത്ത് ഷോപ്പിംഗ് വിസ്മയമാകുന്നത്. 150 രൂപയ്ക്ക് സെറ്റുമുണ്ട്, 200 രൂപയ്ക്ക് കേരള സാരി, 90 രൂപയ്ക്ക് ലാച്ച, 150 രൂപയ്ക്ക് ഷർട്ട്, 95 രൂപയ്ക്ക് ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് നൈറ്റി, 100 രൂപയ്ക്ക് ഡബിൾ മുണ്ട്, 250 രൂപയ്ക്ക് ജീൻസ്, 300 രൂപയ്ക്ക് കാഞ്ചീപുരം പട്ടുസാരി, 75 രൂപയ്ക്ക് ഫ്രോക്ക്, 90 രൂപയ്ക്ക് ചുരിദാർ മെറ്റീരിയൽ, 70 രൂപയ്ക്ക് ടീഷർട്ട്, 200 രൂപയ്ക്ക് 3 ടോപ്പ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഹലോ, ഓണായിട്ട് ഞങ്ങൾ എല്ലാതും 75% വില കുറച്ചിട്ട് കൊടുക്കണേ. ഷർട്ട് 150 രൂപ, ചുരിദാർ 75 രൂപ, ഇനി സെറ്റ് 20 രൂപ, അങ്ങനെ പലതും വില കുറച്ച് 10 രൂപയ്ക്കും കുറേ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. വലിയ ഓഫറുകളുണ്ട് ഇപ്പോൾ. പിന്നെ ബെഡ്ഷീറ്റ് 80 രൂപ, അതുപോലെ കാഞ്ചീപുരം പട്ടുസാരി, ബനാറസ് സാരികളൊക്കെ വളരെയധികം വില കുറച്ച് കൊടുക്കുന്നുണ്ട്. കല്യാണ പാട്ടുകളൊക്കെ വന്ന് ഇവിടെ എടുക്കാറുണ്ട്. കൂടാതെ പ്രത്യേക കൗണ്ടറുകളിൽ ഏതെടുത്താലും 10 രൂപ, സാരിക്ക് സാരി ഫ്രീ തുടങ്ങിയ കിടിലൻ ഓഫറുകളും ഒരുക്കിയാണ് മമ്മി ഡാഡി കളക്ഷൻസ് ഓണാഘോഷത്തിനായി ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. നാൽപ്പത് വർഷത്തിലേറെ കാലത്തെ ബിസിനസ് പാരമ്പര്യമുള്ള PL ഗ്രൂപ്പിന്റെ എക്സ്ക്ലൂസീവ് കമ്പനി ഔട്ട്ലെറ്റായ PL വേൾഡ് ഓഫ് കംഫർട്ടിന്റെ പുതിയ നെസ്റ്റിൻ സ്റ്റോർ തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ ഫോർട്ട് സ്ട്രീറ്റ് ബിൽഡിംഗിലാണ് നെസ്റ്റിൻ പ്രീമിയം കളക്ഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് റിക്ലൈനർ കം മസാജർ മെത്തകൾ, റിമോട്ട് കൺട്രോൾ സ്പെഷ്യൽ ഫാബ്രിക് മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോസ്, ബെഡ്റൂം ആൻഡ് ലിവിംഗ് റൂം ഫർണിച്ചറുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം പ്രീമിയം സ്ലീപ്പിംഗ് ആക്സസറികളുടെയും വിപുലമായ ശേഖരവും നെസ്റ്റിൻ സ്റ്റോറിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വന്തം ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനാൽ ഉൽപ്പന്നങ്ങളെല്ലാം വൻ വിലക്കുറവിൽ ലഭിക്കും. മെഗാ ഓണം ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഒരു ഫ്രീ ഡിക്ലൈനർ അല്ലെങ്കിൽ ഒരു ഫ്രീ സോഫ കം ബെഡ് ഉൾപ്പെടെയുള്ള നിരവധി സമ്മാനങ്ങളാണ്. ഈ മെഗാ ഓണം ഓഫർ ഈ മാസം 30 വരെ മാത്രമേ ലഭ്യമാകൂ. കേരളത്തിലുടനീളം നിരവധി സ്റ്റോറുകളുള്ള ശൃംഖലയാണ് PL വേൾഡ് ഓഫ് കംഫർട്ട്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നെസ്റ്റിൻ സ്റ്റോറുകൾ ഉടൻ ആരംഭിക്കും. നെസ്റ്റിൻ പ്രീമിയം ഓണം കളക്ഷൻ സ്വന്തമാക്കാനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പർ 8592056789. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
മണ്ണുത്തി മുളയത്ത് കിടക്ക കമ്പനികൾ കത്തിനശിച്ച സംഭവത്തിൽ കോടികളുടെ നഷ്ടം. മാള കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച റെക്കോർഡ് വിവാഹങ്ങൾ നടക്കും. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പറപ്പൂർ തോളൂരിൽ വീട്ടിൽ നിന്ന് 50 പവൻ കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.